ഇന്ന് ഏതായാലും ഉച്ചയ്ക്ക് ഇറങ്ങിട്ടോ ഞാൻ നേരെ അൽബാനിലാട്ടോ എത്തിയത്. അങ്ങനെ ഏതായാലും അൽബാൻ സിഗ്നൽ എത്തിട്ടോ. സിഗ്നലിന് കുറച്ച് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയാൽ മതിട്ടോ ഞാൻ പോകുന്ന സ്ഥലത്ത്. പോണ വഴിക്ക് കുറേ ടാങ്കറൊക്കെ നിർത്തിയിട്ടുണ്ടോ. അത് ഇവിടുത്തെ വെള്ളം സപ്ലൈ ചെയ്യുന്ന വണ്ടികളാട്ടോ. അങ്ങനെ ഞാൻ അൽസലാം ക്ലിനിക്കിൻ്റെ അടുത്തോട്ടാട്ടോ ഞാൻ നേരെ പോണത്. അവിടെ എനിക്കൊരു സുഹൃത്തിനെ കാണാനുണ്ട്. ക്ലിനിക്കിന് മുമ്പിൽ ഓപ്പോസിറ്റ് ആയിട്ടാണോ സുഹൃത്തിൻ്റെ കട. അവിടെ പുള്ളിനെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഏതായാലും നെസ്റ്റോ വരെ പോകണം കേട്ടോ. അത് കഴിഞ്ഞ് സുഹൃത്തിനെ കണ്ട് നേരെ റിട്ടേൺ തിരിച്ചിട്ടോ. ഇവിടുന്ന് ഇനി നേരെ നെസ്റ്റോ പോകണം കേട്ടോ. പോണ വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. റോഡിന്റെ രണ്ട് സൈഡിലും നല്ല തകൃതിയായിട്ട് പണികളൊക്കെ നടക്കുന്നുണ്ട്. സുൽത്താൻ ഹൈത്തം സിറ്റിന്റെ പണിയാട്ടോ. അവിടെ കണ്ടോ ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ വരുന്നത്. ഇവിടെ വമ്പൻ ഒരു പ്രൊജക്ടിന്റെ പണിയാട്ടോ ഈ നടക്കുന്നത്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ അടുത്തത് ആ കാണുന്ന കേട്ടോ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. അത് ഞങ്ങളിവിടെ ബിലാദ് മാൾ എന്നൊക്കെ പറയും. വലിയൊരു മാളും കൂടി കേട്ടോ. അവിടെ എപ്പോൾ വന്നാലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. എനിക്ക് അധികം സാധനങ്ങളൊന്നും മേടിക്കാനില്ല. മേടിക്കാനുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ ആദ്യം നോട്ട് ചെയ്തിട്ടുണ്ട് ട്ടോ. അങ്ങനെ ഏതായാലും ഫ്രൂട്ട്സ് സെക്ഷനിലൊക്കെ എത്തിട്ടോ. ഫ്രൂട്ട്സ് ഒന്നും മേടിക്കാനില്ല, നല്ല വിലയാണ്. പച്ചക്കറി എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി മാത്രമേ മേടിക്കാനുള്ളൂ. അപ്പോൾ ആ രണ്ട് സാധനം ഞാൻ മേടിച്ച്. പോകുന്ന വഴിക്ക് കുറച്ച് അത്തിപ്പഴമൊക്കെ ഉണ്ടായിരുന്നു. മേടിക്കണോ മേടിക്കണ്ടേ എന്നുള്ള തീരുമാനത്തിൽ ഏതായാലും മേടിച്ചില്ല. തണ്ണിമത്തനൊക്കെ കാണാൻ നല്ല രസമാട്ടോ. പിന്നെ കാര്യമായിട്ട് മേടിക്കാൻ കയറിയ സാധനമാട്ടോ ഈ 50 കിലോൻ്റെ മൈദ. അതൊക്കെ ഏതായാലും മേടിച്ച് ബില്ലൊക്കെ അടിച്ച് നേരെ പുറത്തോട്ട് ഇറങ്ങിട്ടോ. അതുകൊണ്ട് ഏതായാലും ബിലാദ് മാളിൻ്റെ പുറത്തോട്ട് ഇറങ്ങിട്ടോ. ഈ സൈഡിലൊക്കെ നിറച്ചും ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടോ. ഈ മാളുകളൊക്കെ വന്നുകൊണ്ട് ആൾക്കാരൊക്കെ സൗകര്യം നോക്കി പെട്ടെന്ന് പെട്ടെന്ന് വീട് വെച്ച് ഇങ്ങോട്ട് മാറുക കേട്ടോ. ഒരു ഒമാനിന്റെ വീട് കണ്ട നല്ല അടിപൊളി വീടാട്ടോ. ഒരു കൊട്ടാരം പോലെ ഉണ്ട് കണ്ടിട്ട്. താമസിക്കുന്നവരൊക്കെ അത്യാവശ്യം ഫണ്ടൊക്കെ ഉള്ളവരാന്ന് തോന്നുന്നു. വലിയ വലിയ വീടുകളായി രണ്ട് സൈഡിലും. പോണ വഴിക്ക് രണ്ട് മിനാരം കണ്ടു. നല്ല ഭംഗിയല്ല പള്ളിന്റെ മിനാരം കാണാൻ. കുറച്ച് ദൂരത്ത് നിന്ന് എടുത്തോണ്ടാട്ടോ. റോഡിന്റെ സൈഡിൽ മരങ്ങളൊക്കെ കണ്ടോ. അതൊക്കെ ഒരു ഉണങ്ങിയ മട്ടിലില്ല, പക്ഷെ അതൊക്കെ നല്ല പച്ചപ്പുള്ള മരങ്ങളാട്ടോ. ഏതായാലും ആ കടയിൽ സാധനമൊക്കെ കൊടുത്ത് നേരെ ഇറങ്ങി. നേരെ പോണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോട്ടാട്ടോ. അവൻ്റെ വീട്ടിൽ മുറ്റത്ത് നട്ടതാ നിറച്ചും പപ്പായ. ഇത് നമ്മളെ നാട്ടിലെ ചുരങ്ങ കേട്ടോ. എല്ലാ ചുരങ്ങയും ഞാൻ പറിച്ച്. ഇപ്പം ഏതായാലും ചുരങ്ങയൊന്നും കഴിയുമ്പോൾ കാണുന്നില്ല. എന്നാൽ അവനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഞാൻ മൊബൈൽ ബി പിയിലോട്ട് പോയത്. ബി പിയിൽ എനിക്ക് ATM വരെ ഒന്ന് പോകണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു ഒന്ന് രണ്ട് ടീമിന് പൈസ CDM ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ CDM പൈസ ഇടാൻ കയറിട്ടോ. CDM പൈസ ഇട്ട് നേരെ ഞാൻ സീബിലോട്ടാട്ടോ പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ വിചാരിച്ചിട്ടോ. ഞാൻ പോയത് നേരെ കിസ്മത്ത് റെസ്റ്റോറൻറ്റിലാട്ടോ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയും കൂടിയാണ് ഷിയാബ് ഖാൻ്റെ. ഇവിടുന്ന് ഏതായാലും ഒരു ചായ കുടിക്കാൻ വിചാരിച്ചിട്ടോ. ഏതായാലും അത്യാവശ്യം നല്ല കടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ മേടിച്ച് ഒരു കടിയും ഒരു പഴംപൊരിയും ഒരു വെട്ടുകേക്ക് മേടിച്ചിട്ടോ. ഞാൻ ചായ ഒക്കെ കുടിച്ച് നേരെ സീബിലോട്ട് വിട്ടിട്ടോ. സീബിലെത്തുന്നതിന് മുമ്പുള്ള സിഗ്നലാട്ടത്. പിന്നെ ഏതായാലും സിഗ്നലൊക്കെ ഓണായി നേരെ സീബിലെത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലോട്ടോ പോണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം.